ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ആണയിട്ട് പറയുകയാണ്, 100% സത്യമാണ്. സ്വാമി അയ്യപ്പനാണ്, മഹാത്മാഗാന്ധിയാണ്, എനിക്ക് 2 മക്കളുണ്ട്, യാഗും യുഗും. അവരാണ് ഈ പറയുന്ന ഓരോ കാര്യവും സത്യമാണ്. ഒന്നാമത്തെ എൻ്റെ ബോധ്യം, നമുക്കൊരിക്കലും കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല, കള്ളത്തെ സത്യം കൊണ്ടേ ജയിക്കാൻ കഴിയും. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല, വെളിച്ചം കൊണ്ടേ തോൽപ്പിക്കാൻ കഴിയും. വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല, ബഹുമാനവും സ്നേഹം കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത്. എന്നോട് ഇപ്പം പറയുന്ന കേസിനെ കുറിച്ച് പറയരുതെന്നാണ്. അതുകൊണ്ട് ഞാൻ കേസിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതെനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഓൾറെഡി നമ്മൾ കോടതിയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല. എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷൻ അടക്കം കോടതിയിൽ പറഞ്ഞത്. നിങ്ങൾക്കിത് അന്വേഷിക്കാവുന്ന കാര്യമാണ്. ഇനി കേസിനെ കുറിച്ചല്ല, എനിക്ക് കേസിനെ കുറിച്ച് 2 കാര്യങ്ങളുണ്ട്. കേസിനെ കുറിച്ച് പറയരുതെന്നുള്ളതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം. ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു, പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല. നിങ്ങൾക്ക് പോലീസിലൊക്കെ ബന്ധമുള്ളതല്ലേ, അന്വേഷിക്കാം. പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു. എൻ്റെ ഫ്രണ്ടിലിരുന്ന ഇറിറ്റേറ്റഡ് ആയ പോലീസുകാർ അവിടെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി. സിമ്പിളായിട്ട് പറഞ്ഞാൽ, എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം, ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം.